ജയച്ചയ്ക്കെതിരെയും ഒരു നടപടിയില്ല, സുചിത്രയ്ക്കെതിരെയും നടപടിയില്ല. നടപടി ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്തവർക്കെതിരെ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ജാതി അധിക്ഷേപം പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് പിൻവലിച്ച് കഴിഞ്ഞാൽ ജോലിയിൽ തിരിച്ചെടുക്കാം എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളെ വീട്ടിൽ വേറെ വരുമാനമൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാതെയാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ജോലി കയറി ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ അണമുഖം വാർഡിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഒരു സംഭവമായിരുന്നു അത്. അതായത് ഹരിതകർമ്മ സേനാംഗങ്ങൾ പിരിച്ചെടുക്കുന്ന യൂസർ ഫീ അധികാരികൾ തിരിമറി നടത്തുന്നതായുള്ള ഒരു വാർത്തയായിരുന്നു അത്. എന്തായാലും ഈ ഒരു തിരിമറിയുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇത് മുകളിലുള്ള അധികാരികളെ അറിയിക്കുകയും ഇതിൻ്റെ പ്രകോപനത്തെ തുടർന്ന് ഇവരെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളിലേക്ക് വരെ നീങ്ങുകയുണ്ടായി. അതുകൂടാതെ ഇവരെ ജാതി അധിക്ഷേപം വരെ നടത്തിയിരുന്നു. നിലവിലിപ്പോൾ ഇവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ തന്നെ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. എന്താണ് നിലവിൽ സംഭവിക്കുന്നത് എന്ന്. ഞങ്ങളെ വിഷയം അന്ന് മീഡിയ വഴിയൊക്കെ പോയത് ഇത്തിരി ഇഷ്യൂ ആയിട്ടുണ്ട്. കാരണം നമ്മൾ മീഡിയ വഴി പോയി എന്നുള്ള ഒരിതില്ല. പിന്നെ പ്രശ്നത്തിന് പരിഹാരമൊന്നും ഇത്ര നേരമായിട്ട് ആയിട്ടില്ല. പിന്നെ നമ്മൾ ജാതി അധിക്ഷേപം പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് പിൻവലിച്ച് കഴിഞ്ഞാൽ ജോലിയിൽ തിരിച്ചെടുക്കാം എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കേസ് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞു കേസ് പിൻവലിക്കൂല, അങ്ങനെ ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ 5 പേരെ പിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് അവിടെ ലെറ്ററൊക്കെ കൊണ്ടുവന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പിന്നീട് നമ്മളെ കയറ്റിയിട്ടുമില്ല. അപ്പോൾ അന്ന് സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞത് ജോലിയിൽ എടുക്കൂല എന്നൊക്കെയാണ്. അപ്പോൾ അനീഷേട്ടനും ഒക്കെ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ജോലിയിൽ തിരിച്ചെടുക്കാൻ പറ്റൂല എന്ന് തന്നെയാണ്. പിന്നീട് ഏതൊക്കെ വഴി കൂടിയൊക്കെ വിളികളൊക്കെ പോയി ഇവരും പറഞ്ഞതിൻ്റെയൊക്കെ പേരിലാണെന്ന് തോന്നുന്നു അവർ ജോലിയിൽ തിരിച്ചെടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ നമ്മളുടെ അടുത്ത് ഈ ജാതിപരമായിട്ട് നമ്മൾ കൊടുത്ത പരാതി ജയിച്ചയ്ക്കെതിരെയായിരുന്നു. അപ്പോൾ അത് പിൻവലിക്കണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞ് ജോലിയിൽ കയറ്റി സാലറി എടുത്തിട്ട് നമ്മളത് എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കോർപ്പറേഷനിലെ മേയറിൻ്റെ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നു. ഒരു പ്രാവശ്യം പറയും മേയർ മീറ്റിംഗ് വെച്ചിരിക്കുന്നു, പിന്നെ പറയും സെക്രട്ടറി സ്ഥലത്തില്ല, സെക്രട്ടറി വന്നിട്ട് മീറ്റിംഗ് വെക്കുന്നു. അപ്പോൾ മീറ്റിംഗ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സാലറി തരാം, നിങ്ങൾക്ക് ജോലി ഒന്നും പോവേന്നുമില്ല, 10 പേരെയും ജോലി പോകില്ല എന്ന് പറയണുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ വേറൊരു സംസാരം വന്നെന്ന് പറഞ്ഞാൽ 9 പേരെ വെച്ചിട്ട് ഒരാൾ, അത് എന്നെ ഒഴിവാക്കിക്കൊണ്ട് മീറ്റിംഗ് വെക്കാം എന്ന് പറയണുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് സാലറി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് കയറ്റാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു BJP ഇടപെട്ടു എന്നും കൂടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു സംസാരം വന്നതെന്നും അവർ പറയണുണ്ട്. അപ്പം ജോലിയിൽ കയറിക്കോ, കുഴപ്പമൊന്നുമില്ല, ശമ്പളവും തരാം, വേറെ വിഷയമൊന്നുമില്ല, പക്ഷേ കേസും പിൻവലിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഇതിലിപ്പം നമ്മൾ ജോലി കയറി ശമ്പളത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ശമ്പളം കിട്ടുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ ആ മിസ്റ്റേക്ക് പൈസയുടെ ശമ്പളം അവർ കണക്ക് നോക്കി ശമ്പളം തരാമെന്ന് പറഞ്ഞത്. ഒരിക്കലും കണക്കും നോക്കിയിട്ടില്ല, ശമ്പളം തന്നിട്ടില്ല. വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ തന്നെ 1 മാസമായി EMI കാര്യങ്ങളും പിരിവുകളും ഒക്കെ ഉള്ളതായിരുന്നു. പിന്നെ വീട്ടിൽ ചിലവ്, ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പൈസ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. അത് ഇന്നും രാവിലെ നമ്മൾ ചോദിച്ചപ്പോഴും കോർഡിനേറ്ററിനോടാണ് വിളിച്ച് ചോദിച്ചിരുന്നത് ശമ്പളത്തിൻ്റെ കാര്യം. അപ്പം പറഞ്ഞ് സാറൊന്നും പറഞ്ഞില്ല എന്ന് പറയും. സാറുമാരൊന്നും പറയുന്നില്ല. ജയച്ചയ്ക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ജയച്ചയ്ക്കെതിരെയും ഒരു നടപടിയില്ല, സുചിത്രയ്ക്കെതിരെയും നടപടിയില്ല. നടപടി ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്തവർക്കെതിരെ മാത്രമേ ഉള്ളൂ. അല്ലാതെ തെറ്റ് ചൂണ്ടിക്കാണിച്ചവർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. മറ്റ് വരുമാന മാർഗവും വേറെ വരുമാനം ഇല്ല. ഞങ്ങൾക്കിപ്പോൾ ജോലി ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ അന്നൊന്ന് യൂസർ ഫീ പിരിയും. നമ്മൾ 15-ാം തീയതി തൊട്ടാണ് ജോലിക്ക് കയറിയത്. അപ്പം 15-ാം തീയതി തൊട്ടുള്ള യൂസർ ഫീ അവർ അന്നന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പം നമ്മൾ കാരണം നമുക്ക് വേറെ പൈസ ഒന്നും കയ്യിലില്ലാത്തത് കാരണം ഞങ്ങൾ ചിലവിനും കൂടി അതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ 2-3 ദിവസത്തെ പൈസയൊക്കെ അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ട്. ഈ ജാതി അധിക്ഷേപം നടത്തിയതായുള്ള ആ ഒരു കേസ് നിലവിൽ എന്തായാലും പിൻവലിക്കാൻ പോകുന്നില്ല, മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം? കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ജോലി ഉറപ്പായിരിക്കണം. ഞങ്ങളുടെ ജോലിക്ക് ഇതുവരെ ഉറപ്പൊന്നും തന്നിട്ടില്ല. പിന്നെ ശമ്പളത്തിൻ്റെ കാര്യം, ശമ്പളം ഇതുവരെയും തന്നിട്ടില്ല. അപ്പം നമ്മളെ കാര്യം കൂടെ
ഇതൊക്കെ അവർ അംഗീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിച്ചാൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം പറഞ്ഞ് കേസ് പിൻവലിക്ക്, ശമ്പളം തരാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയണത് അവിടെ എന്തോ മീറ്റിംഗ് എന്തോ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയണത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഈ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. കാരണം ഞങ്ങൾ 2 പേരും ഈ ജോലിക്കാണ് വരുന്നത്. അപ്പം ഞങ്ങളെ വീട്ടിൽ വേറെ വരുമാനമൊന്നുമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാതെയാണ് നിൽക്കണം. എന്ന് വെച്ചാൽ അവരിപ്പോൾ പറയണമെന്ന് വെച്ചാൽ മീഡിയയിലെടുത്ത് ഇത് പറഞ്ഞതാണ് അവർക്ക് വിഷയമായിരിക്കുന്നത്. മീഡിയയുടെ അടുത്ത് പറഞ്ഞ് പിന്നെ BJP ഇതിൽ ഇടപെട്ടു, പാർട്ടി മുഖാന്തരം നിങ്ങൾ എന്തിനു പോയി. അപ്പം ഞങ്ങൾ 5 പേരിപ്പം അവരുടെ അടുത്ത് മാപ്പ് പറയണം എന്നാണ് പറയണത്. ഇതെന്താണെന്ന് ഞങ്ങൾക്കും അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും ശമ്പളം കിട്ടിയാലേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ തന്നെ ചെയ്യും. ഞാൻ ഇപ്പോൾ എൻ്റെ 2 പൊടി കൊച്ചുങ്ങളുണ്ട്. ആ കൊച്ചുങ്ങളെ കൊണ്ട് എനിക്കിപ്പം വേറെ ഒരു നിവൃത്തിയില്ല. എനിക്ക് ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. എൻ്റെ ഭർത്താവ് സഹിതം ഇതിലാണ് ജോലിക്ക് വരണം. മേയറുമായി ഒരു വിഷയം സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. മേയറിൻ്റെ അടുത്ത് നമ്മളിതുവരെയും മുമ്പ് കൊടുത്തത് തന്നെ, അല്ലാതെ ഇപ്പോഴായിട്ട് നമ്മൾ പിന്നെ ആരെയും കാണാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മൾ കേൾക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ആരെടുത്തും നമ്മളായിട്ട് പോയിട്ടില്ല. സ്റ്റേഷൻ മുഖാന്തരം മാത്രമേ പോയിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ ആരെയും കാണാനായിട്ട് നമ്മൾ പോയിട്ടില്ല. നിലവിൽ എന്തായാലും ശമ്പളം വാങ്ങണം, അതാണ് നമുക്ക് ശമ്പളം വേണം. കഴിഞ്ഞ മാസം നമ്മൾ ജോലി ചെയ്ത പൈസയാണ് ചോദിക്കണം. ശമ്പളവും വേണം. ഞങ്ങൾ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണം. കാരണം ഇപ്പോഴും ഇപ്പോൾ 10 പേരും ജോലിയിൽ നിന്ന് പോകണമെന്നല്ല, തെറ്റ് ചെയ്തവരുടെ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു നടപടി എടുക്കുമെന്നായിരുന്നു ഞങ്ങളെ വിശ്വാസം. പക്ഷേ ഇപ്പോഴും തെറ്റ് ചെയ്തവരെ കൂട്ടത്തിൽ തന്നെയാണ്, ഇപ്പോഴും പഴയപടി തന്നെയാണ് അവിടെ നടക്കുന്ന. ഈ മാസവും ഞങ്ങൾക്ക് ആരും കണക്കുകളൊന്നും തന്നിട്ടില്ല. പിന്നെ ചീത്ത വിളിക്കും ബഹളത്തിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പോഴും മുറയ്ക്കുന്ന രാവിലെയും അത് തന്നെയാണ് അവിടെ നടന്നത്. അവിടെ ഇപ്പോഴും പഴയപടി തന്നെയാണ് ആ വാർഡിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നടപടിയും ഇതുവരെയും ഒരു കാര്യത്തിനും ആയിട്ട്. എന്തായാലും അവർ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് ഇത് മാത്രമാണ് അവരുടെ തൊഴിൽ മാർഗം എന്ന് പറയുന്നത്. മറ്റൊരു തൊഴിൽ കണ്ടെത്തുക എന്നത് ഇപ്പോൾ ഏറെ പ്രയാസകരമാണ്. നിലവിൽ ശമ്പളം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. JHI ഉൾപ്പെടെ ഉള്ളവർ ഈ ഒരു വിഷയത്തിൽ ഗൗരവമായി എടുത്തുകൊണ്ട് ഇവർക്ക് മാസം ശമ്പളം തരണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. അതുകൂടാതെ ഈ JHI ഉൾപ്പെടെയുള്ള അധികാരികൾക്കെതിരെ, അതായത് യൂസർ ഫീ വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ആരോപണം ഉന്നയിച്ചുവെങ്കിലും ഈ JHI ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിലവിൽ നിയമ നടപടി ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറെ വിചിത്രമായ മറ്റൊരു സംഭവം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.